السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا يسخر قوم من قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. صدق الله مولانا العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. لبيك اللهم لبيك ഓതി ലക്ഷങ്ങൾ ആ പുണ്യഭൂമിയിലെത്തി. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ഓതി ലക്ഷങ്ങൾ ആ പുണ്യഭൂമിയിലെത്തി. സെയ്ത് മരത്തിൻ്റെ കാറ്റ് വന്ന് മുത്ത് ഖലീലിൻ്റെ കിസ്സ തന്ന്. സെയ്ത് മരത്തിൻ്റെ കാറ്റ് വന്ന് മുത്ത് ഖലീലിൻ്റെ കിസ്സ തന്ന്. കഅബം തവാഫ് നടത്തും കിളികൾ കൊത്തി കുറിക്കുന്നു ദിക്റിൻ മൊഴികൾ. ഇഹ്റാമിലാണ് ജനങ്ങളെല്ലാം ഇഖ്ലാസിലാണ് മനസ്സുകളെല്ലാം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ഓതി ലക്ഷങ്ങൾ ആ പുണ്യഭൂമിയിലെത്തി. കണ്ണീർ ദുആയിലെ സംസം തണ്ണീർ കൊണ്ട് കഴുകുന്നു പാപക്കറകൾ. സഫായും മർവായും കുന്നിന്മേലെ സർവാദിനാഥനിൻ ഹംദുകളാലേ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ഓതി ലക്ഷങ്ങൾ ആ പുണ്യഭൂമിയിലെത്തി. സെയ്ത് മരത്തിൻ്റെ കാറ്റ് വന്ന് മുത്ത് ഖലീലിൻ്റെ കിസ്സ തന്ന്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടെ കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വർഗത്തിൽ അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ മക്കത്തുൽ മുകറമയിൽ നടന്ന അറഫ സംഗമം വളരെ ഭംഗിയായി പൂർത്തിയായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ഹാജിമാർ, ലക്ഷോപലക്ഷം ഹാജിമാർ ഒരേ വേഷത്തിൽ ഒരേ സ്വരത്തിൽ തൽബിയത്തിന്റെ മന്ത്രധ്വനികളുമായി അറഫയിൽ സംഗമിച്ചു. ഇന്ന് ഹാജിമാർ തമ്പുകളുടെ താഴ്വരയായ
വിനയിൽ കല്ലെറിഞ്ഞ് അവിടെ രാവാറുന്ന ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തു നിന്നും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട മുഴുവൻ ഹാജിമാരുടെയും ആ അമലുകൾ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവരുടെ ദുആകൾ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അതിൽ നമ്മയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മക്കയിൽ അറഫ സംഗമം പൂർത്തിയായെങ്കിലും ഓരോ അറഫയും ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹജ്ജത്തുൽ വദാഇന്റെ ഉജ്ജ്വലമായ ഓർമ്മയിലേക്ക് ഓരോ അറഫയും നമ്മെ കൈപിടിച്ചനയിക്കുകയാണ്. അന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും അറഫയിൽ സംഗമിച്ചത് ഇന്ന് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ള ഇതുപോലുള്ള ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അതെ, സയ്യിദുൽ ആലമീനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സയ്യിദുൽ അയ്യാമിലാണ് അറഫ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ആ അറഫ സംഗമത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസിദ്ധമായ പ്രഭാഷണം ആരംഭിച്ചത് തന്നെ അവിടുത്തെ സഹാബത്തിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു. അവിടുന്ന് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഭാഷണം തുടങ്ങിയത് അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അല്ലയോ സഹാബാക്കളെ എന്ന് വിളിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ ഹാജിമാരെ എന്ന് വിളിച്ചുകൊണ്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അറഫ പ്രഭാഷണം ആരംഭിക്കുന്നത് അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മനുഷ്യരെ, ഇസ്മഉ ഖൗലി, ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഫഇന്നി ലാ അദ്രി, എനിക്കറിയില്ല, ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ഫീ ഹാദൽ മൗഖിഫ്, ഈ ദിവസത്തിന് ശേഷം അടുത്ത വർഷം അറഫ വരുമ്പോൾ ഇവിടെ സംഗമിക്കാൻ കഴിയുമെന്ന് എനിക്കൊരു ഗ്യാരണ്ടിയുമില്ല, ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറയുന്നത്, ഈ വർഷത്തിന് ശേഷം, ഈ അറഫ ദിവസത്തിന് ശേഷം അടുത്ത വർഷം നിങ്ങളും ഞാനുമായി സംഗമിക്കുകയില്ല. ഈ പ്രയോഗം സഹാബത്തിന്റെ ഇടയിൽ വലിയ ഭൂകമ്പമാണ് സൃഷ്ടിച്ചത്. കരൾ പറിച്ചെറിയുന്ന വേദനയോടെയാണ് സഹാബത്തുൽ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രഭാഷണം ശ്രവിച്ചത്. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. 23 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സന്തത സഹചാരിയായി ഉണ്ടായിരുന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അതുപോലെ ഹിജ്റയുടെ രാത്രിയിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരപ്പിൽ കിടന്നുറങ്ങിയ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മനുഷ്യനെ പോലെ ജീവിക്കാൻ അവസരം കൊടുത്ത മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ അവരുടെ ഹൃദയം നിറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രഭാഷണം അവരെ ശ്രവിച്ചത്. അവരുടെ മനസ്സുകളെല്ലാം, അവരുടെ ഹൃദയങ്ങളെല്ലാം നിറഞ്ഞുപോയിട്ടുണ്ടാകും, അവരെല്ലാം കരഞ്ഞിട്ടുണ്ടാകും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശാന്തഗംഭീരമായി അവിടുത്തെ പ്രഭാഷണം തുടരുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറഫ പ്രഭാഷണം. അതിനു മുമ്പോ ശേഷമോ അതിന് തുല്യമായ ഒരു മനുഷ്യാവകാശ പ്രഭാഷണം, ഒരു പ്രഖ്യാപനം ലോകത്തുണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അറഫ പ്രസംഗത്തിൽ പറഞ്ഞു, അയ്യുഹന്നാസ് ഫഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും അലൈക്കും ഹറാം, തീർച്ചയായിട്ടും നിങ്ങളുടെ മുതലുകൾ, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം അത് പവിത്രമാണ്, അത് പവിത്രമായ വസ്തുവാണ്. ഈ അറഫ ദിവസത്തിന്റെ, വെള്ളിയാഴ്ച ദിവസത്തിൽ വന്ന ഈ അറഫ ദിവസത്തിന്റെ പവിത്രത പോലെ, ഫീ ബലദികും ഹാദാ, ഈ നാടിന്റെ പവിത്രത പോലെ, ഫീ ശഹരികും ഹാദാ, ഈ മാസത്തിന്റെ പവിത്രത പോലെ നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും
നിങ്ങളുടെ അഭിമാനവും പവിത്രമാണ്. ഒന്നും പിച്ചു ചീന്താൻ പാടില്ല, ഒന്നിനെയും ഉപദ്രവിക്കാൻ പാടില്ല, പ്രയാസപ്പെടുത്താൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല ഉയർത്തി, എന്നിട്ട് റബ്ബിന്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, റബ്ബേ അല്ലാഹുമ്മ ഹൽ ബല്ലഗതു, റബ്ബേ ഞാൻ എത്തിച്ചു കൊടുത്തില്ലേ എന്നിലേക്ക് നീ ഏൽപ്പിക്കപ്പെട്ട റിസാലത്തിന്റെ പ്രവാചകത്വത്തിന്റെ ദൗത്യത്തെ ഞാൻ എത്തിച്ചു കൊടുത്തില്ലയോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ലോകം ഉയർത്തിപ്പിടിക്കുന്നത് 1948 ഡിസംബർ 10 പാരീസിൽ ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി അംഗീകരിച്ച അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിൽ സത്യത്തിൽ അറഫ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് 1948 ഡിസംബർ 10 പ്രഖ്യാപിക്കപ്പെട്ട ആ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ അറഫ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗം മാത്രമാണുള്ളത്. കാരണം ആ പ്രഖ്യാപനത്തിൽ 48 പ്രഖ്യാപനത്തിൽ പറയുന്നത് അത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറഫ പ്രഭാഷണത്തിൽ മൂന്നാമതൊരു കാര്യം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അത് മനുഷ്യന്റെ അഭിമാനത്തെ കുറിച്ചാണ്. നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനുഷ്യന്റെ മാന്യത എന്നത് ജീവൻ പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മനുഷ്യന്റെ അഭിമാനം എന്നുള്ളത് മറ്റൊരാളുടെ മാനം കവരുന്നത് ആ മനുഷ്യന്റെ ജീവൻ കവരുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നിഷിദ്ധമായ കാര്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഒരു സ്ത്രീയെ അപരാധം പറയൽ സബഉൽ മൂബിഖാത്താണ്. അതായത് പാപങ്ങൾ, ചെറിയ പാപങ്ങൾ, വലിയ പാപങ്ങൾ, മഹാപാപങ്ങൾ എന്ന് പറയപ്പെട്ട സബഉൽ മൂബിഖാത്തിൽപ്പെട്ട 7 പാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് ഒരു പെണ്ണിനെ കുറിച്ച്, ഒരാളെ കുറിച്ച് അപവാദം പറയുക എന്നുള്ളത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ യസ്ർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കാൻ പാടില്ല. ആ പരിഹസിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടല്ലോ, പരിഹസിക്കുന്ന നിങ്ങളെക്കാൾ ഉത്തമരായേക്കാം. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കാൻ പാടില്ല. വലാ നിസാഉൻ മിൻ നിസാഇൻ, ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെയും, ഒരു സ്ത്രീ സമൂഹം മറ്റൊരു സമൂഹത്തെയും, അല്ലെങ്കിൽ ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെയും പരിഹസിക്കാൻ പാടില്ല. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായേക്കാം. വലാ തൽബിസു അൻഫുസകും, നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറഞ്ഞ് അവഹേളിക്കാൻ പാടില്ല. വലാ തനാബസു ബിൽ അൽഖാബ്, പരിഹാസ പേരുകൾ വിളിച്ച് പരസ്പരം അപമാനപ്പെടുത്തുകയും ചെയ്യാൻ പാടില്ല. ബിഅസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, ഈമാൻ കിട്ടിയതിനു ശേഷം, വിശ്വാസിയായതിനു ശേഷം ഈ പരാമർശം അത് വളരെ മോശമാണ്, വളരെ അധാർമികമായ പേരുകളാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. വമല്ലം യതുബ, അവൻ തൗബ ചെയ്തില്ല എങ്കിൽ, വമല്ലം യതുബ, അവൻ തൗബ ചെയ്ത് മടങ്ങിയില്ല എങ്കിൽ, ആരെ കുറിച്ചാണ് പറഞ്ഞത് അയാളെ കൊണ്ട് പൊരുത്തപ്പെടിച്ച് തൗബ ചെയ്ത് മടങ്ങിയില്ല എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിലെ 11ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പ്രഖ്യാപിക്കുകയാണ്, വമല്ലം യതുബ, അവൻ തൗബ ചെയ്തില്ല എങ്കിൽ, ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവൻ അക്രമിയാണ്, അക്രമം പ്രവർത്തിച്ചവനാണ്, അവനെ അക്രമികളുടെ കൂട്ടത്തിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പെടുത്തുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നന്മ ഉപദേശിക്കുമ്പോഴും തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും വ്യക്തിഹത്യ ഒരിക്കലും നടത്താൻ പാടില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ഹദീസുകളിൽ ഉപദേശിക്കുന്നതായി നമുക്ക് കാണാം. ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വുദൂ പരിപൂർണമാക്കാതെ, കാല് കഴുകൽ പരിപൂർണമാകാതെ കുറെ സ്ഥലം വെളിവായി, അതായത് വുദൂവിന്റെ വെള്ളമെത്താതെ വുദൂ ചെയ്ത് വന്നതായ സഹാബിയുടെ മുന്നിൽ ആ സഹാബിയെ വ്യക്തിഹത്യ നടത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൈലുൽ ലിൽ അഖാബ് മിനന്നാർ, ചില മടമ്പുകാർക്കാണ് നരകം. അസ്ബിഉൽ വുദൂഅ, അതുകൊണ്ട് മടമ്പുകാല് ശരിക്കും കഴിക്കാത്തവരുണ്ടെങ്കിൽ വുദൂ പൂർത്തിയാക്കണേ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപമാനപ്പെടുത്താതെയുള്ള നബിയുടെ പ്രഖ്യാപനമാണ്. ആ സഹാബിയെ അപമാനിക്കാതെ, ആ സഹാബിയെ വ്യക്തിഹത്യ നടത്താതെ. എന്നാൽ സഹാബി ഒതു പൂർത്തിയായിട്ടില്ല, അത് പൂർത്തിയാക്കുക കൂടി ചെയ്യണമെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നബി ഞങ്ങൾ പറഞ്ഞത് വൈലുൽ ലിൽ അകാബി മിനൻ നാർ അസ്ബിഉൽ വുദൂ. ആ മടമ്പുകാലുകാർക്കാണ് വൈലെന്ന നരകം, അല്ലെങ്കിൽ നരകം. അതുകൊണ്ട് വുദൂവിനെ പൂർത്തിയാക്കുക. വിവാഹ ലക്ഷ്യത്തോടെ ഹിജറ പോയ സഹാബിയെ തിരുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനം മൻ കാനത് ഹിജ്റതു ലിദുനിയാ യുസീബുഹാ. ഹിജറ പോകേണ്ടത് അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ടാണ് ഹിജറ പോകേണ്ട, മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടത്. എന്നാൽ ആരെങ്കിലും ദുനിയാവിന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഹിജറ പോയാൽ യുസീബുഹ, ആ ഏത് ലക്ഷ്യത്തോടു കൂടിയാണ് അവൻ പോകുന്നത് അത് അവന് കിട്ടും. അതല്ല, പെണ്ണ് കെട്ടാൻ വേണ്ടിയാണ് ഹിജറ പോയതെങ്കിൽ പെണ്ണിനെ കിട്ടും. കാരണം ഈ ഹദീസ് ബുഖാരിയിലൊക്കെ തുടക്കത്തിൽ വന്ന ഹദീസാണ്, തുടക്കത്തിൽ ബുഖാരി ഇമാം കൊണ്ടുവന്ന ഹദീസാണ്. ഈ ഹദീസിന് തന്നെ പറയപ്പെടുന്ന പേര് മുഹാജിർ, ഉമ്മു ഖൈസിന്റെ ഹദീസ് എന്ന. ഉമ്മു ഖൈസ് എന്ന പെണ്ണിനെ സ്നേഹിക്കുന്നവന്റെ ഹദീസ് എന്ന. കാരണം ഉമ്മു ഖൈസ് എന്ന പെണ്ണ് മുസ്ലിമായി ഹിജറ പോയപ്പോൾ സ്നേഹിക്കുന്നവൻ മുസ്ലിമല്ല. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, താങ്കൾ മുസ്ലിമായി ഹിജറ മദീനത്തേക്ക് വരികയാണെങ്കിൽ എന്നെ വിവാഹം കഴിക്കാം. അങ്ങനെ ഉമ്മു ഖൈസിനെ കെട്ടാൻ പോയതിന്റെ പേരിൽ ആ വിഷയ സംബന്ധമായി നബികൾ പറഞ്ഞ ഹദീസ് ആയതുകൊണ്ടാണ് ഈ ഹദീസിന് മുഹാജിർ ഉമ്മു ഖൈസിന്റെ ഹദീസ് എന്നാണ് പലപ്പോഴും പറയപ്പെടാറുള്ളത് ഫുഖഹാക്കളും ഹദീസുകളും. ഞാൻ പറഞ്ഞു വന്നത്, ആരെങ്കിലും വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഹിജറ പോകുന്നതെങ്കിൽ അവൻ വിവാഹം കഴിക്കും. ഹിജറ കൊണ്ടുള്ള നേട്ടം അവന് ലഭിക്കുന്നതല്ല. ഫഹിജറതുഹു ഇലാ മാ ഹാജറ. അതുകൊണ്ട് ഏതൊരു ഉദ്ദേശത്തോടു കൂടിയാണോ ഹിജറ പോകുന്നത്, ഏതൊരു ലക്ഷ്യത്തോടു കൂടിയാണോ അവൻ ഏതൊരു അമല് ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കും അവന് പ്രതിഫലം നൽകുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരാളുടെ അഭിമാനം അത് അവന്റെ ജീവൻ പോലെ പവിത്രമായ ഒന്നാണ്. അതിനെ ഒരിക്കലും പിച്ചി ചീന്താൻ പാടുള്ളതല്ല. മരിച്ചാൽ പോലും ഒരാളെ അപമാനിക്കാൻ പാടില്ല എന്നാണല്ലോ. മരണപ്പെട്ട ഒരാളെ കുറിച്ച് അയാൾ എത്ര തെറ്റുകാരനാണെങ്കിലും ഇനി അതിനെ കുറിച്ച് പറയാൻ പാടില്ല എന്നാണ്. അയാളെ കുറിച്ചുള്ള നന്മകൾ മാത്രമേ പറയാവൂ. മരിച്ച ഒരാളെ പോലും അപമാനിക്കാൻ പാടില്ല. അയാൾ വേറെ എത്ര തെറ്റുകൾ ചെയ്തേക്കാം, പക്ഷെ അയാൾ മരണപ്പെട്ടു. നബി ഞങ്ങൾ പറഞ്ഞത്, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളായിട്ട് ആ ആവശ്യമില്ലാത്ത സംസാരത്തിലേക്ക് പോകണ്ട എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒരാളുടെ അഭിമാനം അത് കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണ്. ഇത്രയും ഉജ്ജ്വലമായ ഒന്ന് പ്രഭാഷണമായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അർഫ പ്രഭാഷണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നാം ആ പ്രഭാഷണത്തിന്റെ ആശയം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നാം മുന്നോട്ട് നയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവിധ തൗഫീഖും